എല്ലാവർക്കും നമസ്കാരം. ഞാനും ഇന്നൊരു കുക്കർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാം. ഇത് 1.5 കിലോനുള്ള ചിക്കനാണ്. അത് ഞാൻ ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി ഉള്ളിലേക്ക് നല്ല വേസ്റ്റൊക്കെ എല്ലാം ശരിക്കും എടുത്ത് കളഞ്ഞ് വരഞ്ഞ് വെച്ചേക്കണതാണ്. അതിനകത്തേക്ക് ആദ്യം തന്നെ ഞാൻ ഉപ്പും മഞ്ഞളും നാരങ്ങ നീരിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1.25 ടീസ്പൂണ് ഉപ്പാണ് ഇട്ടേക്കണേ. മഞ്ഞൾ 1 ടീസ്പൂണ്. ഒരു വലിപ്പമുള്ള നാരങ്ങയുടെ നീരാണ്, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ശരിക്ക് പുരട്ടി കൊടുക്കാം. പുരട്ടുമ്പോൾ നല്ലോണം ഉള്ളിലേക്കും കൂടി പുരട്ടി കൊടുക്കണം കേട്ടോ. ഇവിടെ ഇട്ടിട്ട് ഞാൻ ഒരു തക്കാളി, ഒരു സവോളയാണ് കേട്ടോ. ഒരു സവോള, ഒരു ചെറിയ തക്കാളി, കുറച്ച് മല്ലിയില, ഇത് മൂന്നും കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ. സവോള, തക്കാളി, മല്ലിയില എല്ലാം കൂടി അരച്ച മിക്സാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി, കുറച്ച് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു സ്പൂണ് മസാല, ഗരം മസാല, അത് ഞാൻ കുറച്ച് സൺഫ്ലവർ 2 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇതാണ് കേട്ടോ ഇതിനകത്ത് ചേർക്കാനുള്ള കൂട്ട്. ഇത് എടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് വരഞ്ഞേക്കണേൻ്റെ വിടവിലേക്കൊക്കെ നല്ലോണം കൂട്ടിട്ട് ഓരോ വിടവിലേക്ക് ഇട്ട് നല്ലോണം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. സൈഡുകളിലേക്കൊക്കെ ഇതെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പ് ഇത് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്, എന്നിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ചിക്കനിലേക്ക് തൈര് ചേർക്കാൻ മറന്നു പോയിട്ടോ. ഞാൻ കുറച്ച് തൈരും കൂടി ചേർക്കുന്നുണ്ട്. തൈരും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. കുക്കർ ചിക്കനുള്ള ഞാൻ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ്.
ഈ കുക്കറിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. 2-3 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നല്ലോണം തിരുമ്മി വെച്ചേക്കണതാണ് ഞാൻ. ബാക്കിയുള്ള ഈ മിക്സും കൂടി ഞാൻ അതിൻ്റെ മീതേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് വലിപ്പമുള്ള ചിക്കനാണ്. വേവാനായിട്ട് 10 മിനിറ്റ് ഞാൻ വെക്കേണ്ട കേട്ടോ. ഇപ്പം കുറച്ച് സമയം വേണ്ടി വരും വേവാനായിട്ട്. 1 കിലോ ചിക്കനാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ 1.5 കിലോൻ്റെ മിനുസമുണ്ട്. ഞാനത് അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. ഒരു പാൻ വെച്ച് ഇതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്ത് ഒരു ചെറിയ സവോള ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ പീസ് ക്യാപ്സിക്കാണ് കേട്ടോ. ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കുറച്ച് മല്ലിയില, കുറച്ച് സോയ സോസ്, നോർത്ത് ഇന്ത്യനും എല്ലാം കൂടി റെഡി ആക്കിയിട്ടാണ്. ടൊമാറ്റോ സോസ്, ഈ ചിക്കൻ വേവിച്ച വെള്ളമാണ് കേട്ടോ അത്. ഞാനൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാണ്. എല്ലാം ഒഴിക്കണില്ല, പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി തിക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കറിൽ വേവിച്ച ചിക്കൻ ഞാൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഈ ഗ്രേവിയൊക്കെ ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് കാല് കെട്ടാൻ ഞാൻ മറന്നു പോയിട്ടോ, അതുകൊണ്ട് കാലൊന്ന് വിടർന്നു പോയി. ഞാനന്ന് തിരിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ വീണ്ടും ഗ്രേവി നീരേക്ക് ഒഴിച്ചു കൊടുക്കുക. അരപ്പൊക്കെ ഗ്രേവിയൊക്കെ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
ഞാനും ഉണ്ടാക്കി കുക്കർ ചിക്കൻ. എങ്ങനെയുണ്ട് നോക്കിയേ, അടിപൊളിയായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. തൊട്ടടുത്ത ബെല്ലുകളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ, എന്നാലാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.